അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എൻ്റെ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം. ഇനി അടുക്കളയിൽ പോയി നോക്കാം അച്ഛൻ എന്തോ ഉണ്ടാക്കുന്നുണ്ട് കാര്യമായിട്ട്, അത് നോക്കാം. ഇന്ന് പ്രോൺസ് ബിരിയാണിയാണ് ഇന്നുണ്ടാക്കുന്നത്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതേ വന്നപ്പോൾ ഒരു പൊങ്ങ് ഇഷ്ടം പോലെ ഇവിടെ പൊങ്ങി ഇരിപ്പുണ്ടായിരുന്നു. ആർക്കാ പൊങ്ങി ഇഷ്ടം? എനിക്ക് ഇഷ്ടമേ അല്ല ഈ സാധനം. പണ്ടോട്ട് എനിക്ക് ഇഷ്ടമല്ല. ഇത് നല്ല രസമാണ് ഇതിൻ്റെ അകം, ബട്ട് എനിക്കിഷ്ടമല്ല. ആർക്കാണ് ഇഷ്ടം ഇതൊക്കെ? ഇന്ന് നമ്മൾ അമ്മമ്മയ്ക്കൊരു ഫോൺ എടുക്കാൻ പോവാണ്. നേരത്തെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് വാങ്ങിയാൽ മതി അല്ലേ? മതി, ഞങ്ങൾ പോയി മേടിച്ചിട്ട് വരാം. ഇങ്ങനെയാണ് അങ്ങനെ അമ്മമ്മയോട് ബൈ പറഞ്ഞു. വൈക്കത്ത് ഓക്സിജനിലെത്തി. നമ്മൾ ഓൾറെഡി നേരത്തെ വന്നത് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഇന്ന് നമുക്ക് മേടിച്ചാൽ മാത്രം മതി. അങ്ങനെ ഫോൺ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കി. അവിടെ തന്നെ അവർ ഫോൺ കവറും സ്ക്രീൻ ഗാർഡും ഒക്കെ ഒട്ടിച്ചു തരും. അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അടിപൊളി ഫോണാണ് ഇത്. എന്തായാലും റെഡ്മി AX3. എന്തായാലും ഫോൺ അടിപൊളി ഫോണാണ്, കിഡിലാണ്. പിന്നെ ഗിഫ്റ്റൊക്കെ കിട്ടി. വീട്ടിൽ ചെന്നിട്ട് അത് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 പേരും ഞങ്ങൾ പോന്നു. വീട്ടിൽ വന്നപ്പോൾ ബിരിയാണി എങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം. അച്ഛൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞു, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം, സൂപ്പറായിരുന്നു. അങ്ങനെ അമ്മമ്മേനെ ഫോൺ കാണിച്ചു കൊടുത്തു. അമ്മമ്മ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. അമ്മമ്മേനെ കൊണ്ട് അൺബോക്സൊക്കെ ചെയ്തു. അമ്മമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് അമ്മമ്മ ചോദിച്ചു, യോ ഇത്രയും വലിയ ഫോണാണോ, ഞാനെങ്ങനെ ഇത് പിടിക്കുമെന്ന്. ഞങ്ങൾ അമ്മമ്മ ഇത് കുഴപ്പമില്ല, ഇതിപ്പോൾ പിള്ളേർ നോക്കട്ടെ, എല്ലാവരും കണ്ണങ്ങ് വെക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടിപൊളി ഫോണാണ് അമ്മമ്മയ്ക്ക് മേടിച്ചു കൊടുത്തത്. അങ്ങനെ ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഇത് ഇന്ന് പഠിച്ചു വെക്കും, നാളെ അമ്മമ്മ മറന്നു പോവും. എന്തായാലും 2-3 പ്രാവശ്യം പഠിപ്പിക്കണം. പിന്നെ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അമ്മമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 3 പേരും ഹാപ്പിയാണ്. അങ്ങനെ അമ്മമ്മ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ശിവൻ്റെ ഫോട്ടോ വേണം, കൃഷ്ണൻ്റെ ഫോട്ടോ വേണം, അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പേര് തന്നെ ആദ്യം സേവ് ആക്കി. അതിൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കി. ആസ് യൂഷ്വൽ മഗ്ഗായിരിക്കും, മഗ്ഗ് തന്നെയായിരുന്നത്. അങ്ങനെ അച്ഛൻ്റെ പ്രോൺസ് ബിരിയാണി കഴിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അച്ഛൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി തന്നപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു പ്രാവശ്യം കൊണ്ട് ഉണ്ടാക്കി തന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയാണ്. മിഞ്ഞുനും ഓക്കെ ആയിരുന്നു, പക്ഷേ എനിക്കും സുധിച്ചേട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ കാക്കയ്ക്ക് ചോറ് കൊടുത്തു. അങ്ങനെ കാക്ക വന്ന് തിന്നു. അങ്ങനെ ഞങ്ങൾ ഫിംഗർ ലോക്കൊക്കെ സെറ്റാക്കി കൊടുത്തു. ഞെക്കിക്കോ കണ്ടോ? അതിപ്പോ ആര് വിളിച്ചേക്കുന്നല്ലേ? രാധ. ഇത് നമ്പർ കുത്തി വിളിക്കാൻ ഈ പച്ച കണ്ടത് ഇവിടെ. ഈ പച്ച ഞെക്കണം. നമ്പർ വരും. അത് കുടിച്ചു. കൊള്ളാം കേട്ടോ. വൈകുന്നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പം അച്ഛൻ പെട്ടെന്ന് കാറിൽ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ വന്നെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഞാൻ പെട്ടെന്ന് പോയി ഒരുങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ ഒരുങ്ങിയിട്ട് ഞങ്ങൾ വന്നാണ്. അപ്പം അച്ഛൻ കാർ സൈഡാക്കി അവിടെ നിർത്തിയേക്കുവാണ്. ഞങ്ങൾ ഓടി വരാണ്. പിന്നെ പുറകെ ഓടി വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഓടി വന്ന ഓടി വാ. അങ്ങനെ ഞങ്ങൾ തലയോലിപ്പറമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പാത്രക്കടയിൽ കയറി സോസ് പാനൊക്കെ മേടിച്ചു. വേറെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതിനെ എടുത്തില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് അങ്ങനെ എൻ്റെ ഈ ബ്ലോഗ് ഞാൻ വീണ്ടും പാക്കാണ്. ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ. ഓക്കെ, ബൈ.